നമസ്കാരം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല, അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയി, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കാനും എന്നും നിങ്ങളുടെ ഒപ്പം കൂടെ ഉണ്ടാകാനും മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റൊരു ആളുടെ വാക്ക് കേട്ട് അങ്ങോട്ടോ പോകാതിരിക്കാനും എന്നും കൂടെ നിൽക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വശ്യകർമ്മം. അത് ചെയ്ത് നിങ്ങൾക്ക് ആ വ്യക്തിയെ എന്നും എന്നും നിങ്ങളുടെ കൂടെ നിലനിർത്താൻ കഴിയും. അത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോവുക, മറ്റു വ്യക്തികളിലേക്ക്, അതിൽ തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോവുക, അതല്ലെങ്കിൽ സ്നേഹിച്ച് പതുക്കെ തേർഡ് പാർട്ടി ഇല്ലെങ്കിലും മറ്റെന്തെങ്കിലും കാരണം വിട്ട് നിങ്ങളിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞു പോവുക. അപ്പം മനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കൊണ്ടുവരാം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും. മെസ്സേജ് ചെയ്ത് നിങ്ങൾ അത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നെല്ലാം കൃത്യമാക്കി മനസ്സിലാക്കി ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഈ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇതാകുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടും. ഇത് ചെയ്യേണ്ട വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാളെ ഇഷ്ടമുണ്ട്, നമുക്ക് അയാളെ പരിചയമൊന്നുമില്ല, അങ്ങനെയുള്ള വ്യക്തികൾ ആ വ്യക്തിയെ കിട്ടണം അല്ലെങ്കിൽ സ്വന്തമാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ നല്ല സ്നേഹത്തിലുണ്ടായിരുന്നവർ, അല്ലെങ്കിൽ നാം നല്ല അടുപ്പമുണ്ട്, സംസാരമുണ്ട്, നല്ല സ്നേഹം ആ വ്യക്തിയോടുണ്ട്, ആ വ്യക്തിയെ സ്വന്തമായി കിട്ടണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണ് ഇത് ചെയ്യേണ്ടത്. ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയെ നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റാതെ ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലുള്ളവർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് അതിൻ്റെ ഫലം ലഭിക്കുക. എന്നു മാത്രമല്ല, ചില വ്യക്തികളുണ്ടാവും നല്ല സ്നേഹത്തോടെ നിന്ന് പെട്ടെന്ന് അവർ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഒരു പക്ഷേ ഒരു കാരണവും ഉണ്ടാവില്ല, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മാനസികമായി നമുക്കൊരിക്കലും ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്തൊരു ജീവിതത്തിലേക്കായിരിക്കും പിന്നീട് നമ്മൾ പോകുന്നത്. എല്ലാ ദിവസവും എല്ലാ സമയവും നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം അതിനൊരു മോചനം ഉണ്ടാവില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഇതേക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സാകെ തകർന്നു പോകും. മനസ്സ് തകരും തോറും ശരീരവും നമ്മളുടെ തകർന്നുകൊണ്ടിരിക്കും, പല അസുഖങ്ങളായിട്ടും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിൽ നിന്നും നമ്മൾ ഒറ്റപ്പെടാൻ തുടങ്ങും. നമ്മുടെ ജീവിതം തന്നെ നശിക്കുന്ന പോലെ തോന്നും. എന്തിന് ജീവിക്കണം എന്ന് പോലും തോന്നിപ്പോവും. ഒരു സമാധാനമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവന്നിട്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ എങ്ങനെയാണോ മുന്നേ ഉണ്ടായിരുന്നത് അതിനേക്കാൾ നല്ല രീതിയിൽ ഹാപ്പിയായി സന്തോഷത്തോടു കൂടി പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു പഴയ അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അല്ലാത്തിടത്തോളം നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ വിജയിക്കാൻ പോലും സാധ്യത കുറവാണ്. പിന്നെ നിങ്ങൾ ഈ അവസ്ഥയെ ഫുള്ള് മറന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാം. അല്ല, ഈ വ്യക്തി നിങ്ങൾക്ക് തീർച്ചയായും വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാം. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അത് മനസ്സിലാക്കി ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെ പറ്റും.